നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ചാനലൊരു കാര്യം പറയുമ്പോൾ അതിന് ഒരു വസ്തുത വേണം, അല്ലെങ്കിൽ ഒരു സത്യസന്ധത വേണം എന്നുള്ളതാണ്. പക്ഷേ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാഷെ ഈ +2 റിസൾട്ട് എഴുതും, നമുക്ക് എഴുതാം, ഇപ്പം ജൂൺ 29 മുതൽ ജൂലൈ ഇന്ന ഡേറ്റ് വരെ നമുക്ക് പരീക്ഷയുണ്ട്, റിസൾട്ട് പെട്ടെന്ന് വരുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ക്ലാസ് എടുത്തപ്പം കൂടുതൽ കുട്ടികളും ചോദിച്ച ഡൗട്ട് ഇതാണ്, റിസൾട്ട് വൈകുമോ? പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, റിസൾട്ട് വൈകും എന്നുള്ളൊരു സൂചന ഉണ്ട്. പക്ഷേ സേഡ ആണോ എന്നുള്ളതിനകത്ത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഇപ്പം റീവാലുവേഷൻ്റെ ഒക്കെ കാര്യം, റീവാലുവേഷൻ്റെ പോലും പലതിൻ്റെ റീവാലുവേഷനൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ +1 റെഗുലർ +1ൻ്റെ 10-ാം തീയതിയാണ് റിസൾട്ട് വരാനിരിക്കുന്നത്, ജൂൺ 10. അതും വൈകുമെന്നാണ് പറയുന്നത്. അന്നേരം ഇതെല്ലാം വൈകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സേഡ് റിസൾട്ട് വൈകാനാണ് സാധ്യതയെന്ന് നമ്മൾ പറയും. പക്ഷേ എല്ലാ ടീച്ചർമാരോടും വളരെ സ്ട്രിക്റ്റ് ചിലപ്പോൾ ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം സേ കുട്ടികൾക്ക് വേണ്ടി മാത്രം എത്രയും പെട്ടെന്ന് വാല്യൂ ചെയ്ത്, ഡബിൾ വാല്യുവേഷൻ ഒന്നും ഇല്ല, എത്രയും പെട്ടെന്ന് വാല്യൂ ചെയ്ത് ഈ കുട്ടികൾക്ക് അടുത്ത കോഴ്സിന് ചേരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ള ചാൻസ് പറയാൻ കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും ടീച്ചർമാരുടെ സംഘടന എല്ലാം കൂടെ ചേർന്നാണ്. അങ്ങനെ വൈകാതിരിക്കണേന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം വൈകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സുകളെയൊക്കെ ബാധിക്കും. വൈകാതെ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെന്നുള്ളത് ബാക്കിയുള്ള ഒരു കോഴ്സും പോലെയല്ല സേയുടെ കോഴ്സിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കാരണം ഇത് ജയിച്ചിട്ട് അടുത്ത കോഴ്സിന് പോകാൻ തയ്യാറെടുക്കുന്ന എത്രയോ 10,000-കണക്കിന് അല്ലെങ്കിൽ 1,00,000 താഴെ കുട്ടികളുണ്ട് ഓൾറെഡി. ഇതിനകത്ത് എത്ര പേര് ജയിച്ചാലും അവർക്ക് അടുത്ത കോഴ്സിൽ കിട്ടണം. അന്നേരം വാല്യുവേഷൻ എത്രയും പെട്ടെന്ന് നടക്കണം, പരീക്ഷ കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് റിസൾട്ടും വരണം. അന്നേരം അതിനായിട്ട് 100% നമുക്കും എല്ലാം വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ന്യൂസും നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ.